വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മുദ്രാലയം വ്ളോഗ്സ് തളിക്കുളം. ഞാനിന്ന് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ വിവാഹം മുതൽ വെഡിങ് ആനിവേഴ്സറി വരെയുള്ള ധന്യമുഹൂർത്തങ്ങൾ അച്ചടിയിലൂടെ എങ്ങനെ മനോഹരമാക്കാമെന്നുള്ള ഒരു കാഴ്ചയിലേക്കാണ്. ഒരു വിവാഹം നടക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിവാഹ ക്ഷണക്കത്തുകളാണ്. അത് എങ്ങനെ ചുരുങ്ങിയ ചെലവിൽ മനോഹരമാക്കാമെന്നുള്ളതാണ് നമ്മളിവിടെ ഇന്ന് പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ വിവാഹം നടക്കുന്നത് ഒരു ഓണക്കാലത്തായിരിക്കാം, അതുപോലെ പെരുന്നാൾ, വിഷു, അതുപോലെ ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലായിരിക്കും നടക്കുക എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ? അതൊരു ആ ആഘോഷവേളയെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കാർഡ് എങ്ങനെ മനോഹരമാക്കി നിങ്ങളുടെ മുന്നിലെത്തിക്കാമെന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചു തരാൻ പോണത്. വധുവരന്മാരുടെ ക്ഷണക്കത്ത്, വധുവരന്മാരുടെ അല്ല, ഇത് വരൻ്റെ ക്ഷണക്കത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ ഒരു മനോഹര നിമിഷം ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്ത ആ മനോഹര നിമിഷം തന്നെയാവട്ടെ നമ്മളുടെ വിവാഹ ക്ഷണക്കത്തിൻ്റെ ആദ്യത്തെ പേജ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് പോകാം. അവരുടെ പേരിൻ്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സ് എടുത്തു, അക്ഷയ്, അതേപോലെ മാളവിക. അപ്പോൾ എയും എമ്മും കൂടി ചേർത്ത് നമ്മളൊരു ലോഗോ സെറ്റ് ചെയ്തു, മനോഹരമായൊരു ലോഗോ സെറ്റ് ചെയ്തു. അതായിരിക്കട്ടെ നമ്മുടെ സെക്കൻഡ് പേജ്. പിന്നെ നമ്മൾ കല്യാണ വിശേഷങ്ങളും എവിടെ കല്യാണം, എന്ത്, എങ്ങനെ എന്നുള്ളതൊക്കെ വളരെ ഭംഗിയായിട്ട് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഇനിയാണ് നമ്മളുടെ ഹൈലൈറ്റ്. നമ്മൾ പണ്ട് കാലത്തൊക്കെ എന്താണ്, ഒരു ക്രിസ്മസോ ന്യൂ ഇയറോ ഒക്കെ ആകുമ്പോൾ നമ്മൾ കാർഡിലൂടെ സന്ദേശം അയച്ച് നമ്മളുടെ ആ ആശംസകൾ അറിയിച്ചിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, എല്ലാം നമ്മൾ മൊബൈൽ വഴി, അതുപോലെ വാട്സപ്പ് സന്ദേശങ്ങൾ അതൊക്കെയായി മാറി. എങ്കിലും നമുക്ക് ആ പഴമയെ തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഈ കാർഡിൻ്റെ പിൻഭാഗം, അതായത് ബാക്ക് സൈഡ് നമുക്ക് ഒന്ന് വളരെ മനോഹരമാക്കി ഒരു കാർഡ് നമ്മൾ സെറ്റ് ചെയ്തു. ഇവരുടെ വിവാഹം നടക്കുന്നത് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ കാലത്താണ്. അപ്പോൾ ആ ക്രിസ്മസ് ന്യൂ ഇയറിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഒരു കാർഡും കൂടി സെറ്റ് ചെയ്ത് ഭംഗിയായി. ഇപ്പോൾ നോക്കൂ എത്ര മനോഹരമായിരിക്കുന്നവരുടെ കാർഡ്. ഇത് ഇത്രയധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്രയും മനോഹരമായ ഒരു കാർഡ് നമ്മൾ വളരെ ചെറിയ വിലയിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ധന്യമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മുദ്രാലയവുമായി ബന്ധപ്പെടും. ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് റിസപ്ഷനിൽ നമ്മൾ സാധാരണയായി പങ്കെടുക്കുന്നവർക്കൊക്കെ നമ്മളൊരു താങ്ക്സ് കാർഡ് കൊടുക്കാറുണ്ട്. ആ ചടങ്ങ് കഴിയുന്നതോടുകൂടി തന്നെ അത് പറമ്പിലൊക്കെ ഇങ്ങനെ വലിച്ച് ഇട്ട് ചവിട്ടി കുത്തിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ് അല്ലേ? അപ്പോൾ അതൊരു വർഷത്തോളെങ്കിലും ഒന്ന് സൂക്ഷിച്ചു വെക്കണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. അത് ഞങ്ങൾ സഫലമാക്കി തരാം. വിവാഹ ക്ഷണക്കത്തിൽ എന്ന പോലെ തന്നെ നമുക്കൊരു താങ്ക്സ് കാർഡും സെറ്റ് ചെയ്യാം. അവരുടെ ആ മനോഹര നിമിഷം നമുക്ക് ഫ്രണ്ട് പേജിൽ സെറ്റ് ചെയ്യാം. അതുപോലെ ബാക്കിലൊരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ കൊടുത്ത് അവർ വിഷ് ചെയ്യാം. ഇനിയാണ് ഹൈലൈറ്റ്. അതാ നമ്മളുടെ പുതുവർഷത്തെ ഒരു കലണ്ടർ നമ്മൾ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ കലണ്ടർ താല്പര്യമില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് വിവിധ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, ഇപ്പോൾ മയക്കുമരുന്നും ലഹരിയൊക്കെ വളരെ സമൂഹത്തിനെ വളരെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ, വിമൺ ഹെൽപ്പ് ലൈൻ, അതുപോലെ തന്നെ പോലീസ്, എക്സൈസ്, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു താങ്ക്സ് കാർഡ് ഉണ്ടാക്കാം. അപ്പോൾ വിവാഹവും റിസപ്ഷനും എല്ലാം വളരെ ഭംഗിയായി കഴിഞ്ഞു. ഇനി അവരുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി അതെങ്ങനെ നമുക്ക് മനോഹരമാക്കാം. നമുക്ക് അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി, അതേപോലെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, മറ്റുള്ള വേണ്ടപ്പെട്ടവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ചടങ്ങ് നടത്താം. അതിന് അവരുടെ മനോഹരമായൊരു ഫോട്ടോ ഫ്ലെക്സ് ആക്കി നമുക്ക് ബാക്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ കല്യാണത്തിന് വന്നപ്പോൾ കൊടുത്ത താങ്ക്സ് കാർഡ് പോലെ തന്നെ ഒരു സർപ്രൈസ് നമുക്ക് ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവർക്ക് കൊടുക്കാം. താങ്ക്സ് കാർഡ് പോലെ തന്നെ നമുക്ക് അവരുടെ ഫോട്ടോ അത് സെറ്റ് ചെയ്തു. അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണയായിട്ടൊരു ടോഫി നമ്മൾ വെക്കാറുണ്ട് അല്ലേ? അപ്പോൾ ആ മിഠായി ചോക്ലേറ്റിൻ്റെ
കവറൊന്ന് ശ്രദ്ധിക്കൂ. ഈ കവറിൽ അവരുടെ ഫോട്ടോ സെറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും, മനോഹരം അല്ലേ? എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആ താങ്ക്സ് കാർഡ് വാങ്ങി ഇത് സൂക്ഷിച്ചെന്തായാലും, എനിക്ക് തോന്നുന്നത് ഈ ടോഫി ഒന്നും ആരും കഴിക്കില്ല എന്ന് തോന്നുന്നത്. അവരെന്തായാലും ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വയ്ക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ വലിയ സന്തോഷങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മളുടെ ലക്ഷ്യം. ഇനിയാണ് ഹൈലൈറ്റ്. നമ്മൾ അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോണ്. നോക്കാം, നമുക്ക് ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം.